കിഫ്ബിയും ഒരു തരത്തിൽ റീപാക്കേജിങ് ആണ് സത്യത്തിൽ. കാരണം അതാത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിൽ നിന്ന് ചിലവാക്കിക്കൊണ്ടിരുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, ഇപ്പോൾ റോഡ് പണിയുന്നു, അല്ലെങ്കിൽ പാലങ്ങൾ ഉണ്ടാക്കുന്നു, സ്കൂളുകൾ നന്നാക്കുന്നു, ഇതൊക്കെ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്നതാണ് പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ. അപ്പോൾ അവിടെയുള്ള പ്ലാൻ ഫണ്ട് വെട്ടിച്ചുരുക്കിയതിന് ശേഷം ആ പൈസ മുഴുവനും ടാക്സ് വാങ്ങുമ്പോൾ തന്നെ നേരെ കിഫ്ബിയിലോട്ട് പോവല്ലേ, നമ്മുടെ സെസ്സും മറ്റേയൊക്കെ. അപ്പോൾ എന്നിട്ട് കിഫ്ബിയുടെ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് അറിയാതെ ഇതേ ലൈക്ക് ഇറ്റ് കുഡ് ബി ദ സെയിം തിങ്, അല്ലെങ്കിൽ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എത്ര കോടി ചിലവാക്കി എന്ന് പറയാൻ പറ്റും. മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ SC/ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ആവശ്യം വേണ്ടിയിരുന്ന പലതിനും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതേസമയം കിഫ്ബി വഴി ഒരു 13 കെട്ടിടങ്ങൾ പണിത് ഞങ്ങൾക്ക് കൈമാറി. ഈ 13 കെട്ടിടങ്ങൾ എന്തിനാണെന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയില്ല. ആർക്കും ആവശ്യമില്ലാത്ത, ഡിമാൻഡ് ഇല്ലാത്ത, അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാതെ ആ 13 കെട്ടിടങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ട് ചോദിച്ചിട്ടില്ല അങ്ങനെ കെട്ടിടം വേണമെന്ന്. ഇല്ല, അങ്ങനെയൊന്നും ഡിപ്പാർട്ട്മെൻറ്റിലെ രേഖകൾ കാണുന്നില്ല. നമ്മളോട് തരുന്നു, ഇതാ നിങ്ങൾക്ക് കെട്ടിടം പണം തന്നിരിക്കുന്നു പറയുന്നു എന്ന് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കിഫ്ബിയുടെ ഡിസിഷൻ. ഇതാണല്ലോ പറയുന്നത്. മന്ത്രിമാർക്ക് അതാത് വകുപ്പിൻ്റെ പുറത്ത് ഒരു കൺട്രോളും ഇല്ല. ഇത് കിഫ്ബി അങ്ങ് തീരുമാനിക്കുകയാണ്. കിഫ്ബിയിൽ ക്യാബിനറ്റ് റാങ്കോടുകൂടെ എബ്രഹാം സർ ഇരിക്കുന്നു, ചെയർമാനായിട്ട് ചീഫ് മിനിസ്റ്റർ. ഭരണ സംവിധാനത്തെ കംപ്ലീറ്റ് അങ്ങ് പൊളിക്കുക, അതിനൊരു സെൻസ് ഇല്ലാതാക്കി കളഞ്ഞു. ഇപ്പോൾ ഈ 13 കെട്ടിടങ്ങൾ SC/ST ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടെങ്കിൽ എനിക്കറിയില്ല മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതുപോലെ എന്തൊക്കെ കിടപ്പുണ്ടാവുന്നു. ആവശ്യമില്ലാത്ത അസറ്റ്സ്, ഡിമാൻഡില്ല. ഡിമാൻഡ് സാധാരണ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രോജക്റ്റാക്കി വെച്ച് അതിനാണ് ഫണ്ട് സാധാരണ ബഡ്ജറ്റ് എന്നൊക്കെ വയ്ക്കുക, അതിനാണ് അസംബ്ലിയിൽ ചർച്ച ചെയ്യും, അങ്ങനെയൊക്കെയാണ് സാധാരണ ഒരു പ്രോജക്റ്റ് വരിക. ഇതിപ്പോൾ അസംബ്ലിയുടെ മേൽനോട്ടമേ ഇല്ലല്ലോ. ഇത് കിഫ്ബിയുടെ ചെയർമാൻ, കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതായത് ഞാനും സുഭദ്രയും എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സെറ്റപ്പിൽ അവിടെ എന്തും ചെയ്തങ്ങ് പോകുന്ന ഒരു അവസ്ഥ.